ഇന്ന് തിയേറ്ററിലെത്തിയ ആസിഫ് അലിയുടെ രേഖാചിത്രം മൂവി ബോക്സ് ഓഫീസിൽ കൊലത്തൂക്ക് തന്നെയാണ് തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആസിഫ് അലി തൻ്റെ ഹയസ്റ്റ് സ്കോർ പുതുക്കിയിരിക്കുന്നു. വിഷയത്തിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണല്ലോ, ഒരു ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുന്ന കാഴ്ച. രേഖാചിത്രം എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വീണതോട് കൂടെ കൂട്ടത്തോടെ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുന്ന കാഴ്ച. വൈകിട്ട് 5:30 ഇപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോ ആപ്പ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 6000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വരെ ജസ്റ്റ് 1000-ഉം 1500 ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയതെങ്കിൽ ചിത്രത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വീണതോട് കൂടെയാണ് വലിയൊരു ട്രെൻഡിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആസിഫ് അലി തൻ്റെ കരിയറിലെ ഹയസ്റ്റ് സ്കോർ പുതുക്കിയിരിക്കുന്നു. ആസിഫ് അലിയുടെ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ സിനിമയായി തീർന്നിരിക്കുകയാണ് രേഖാചിത്രം. 40 ലക്ഷത്തോളം രൂപയാണ് ചിത്രത്തിന്റെ റിലീസിന്റെ മുന്നേയുള്ള പ്രീസെയിൽ കളക്ഷൻ. ആദ്യ ദിനം ആസിഫ് അലിയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി തീരും രേഖാചിത്രം. ഇതിന്റെ മുന്നേ തിയേറ്ററിലെത്തിയ കിഷ്കിന്ദ കാണ്ഡം എന്ന ആസിഫ് അലി ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. ആ ഒരു ചിത്രത്തിന് ടോട്ടൽ 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. എന്നാൽ ആദ്യത്തെ 2 ദിവസങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നില്ല. പിന്നീടായിരുന്നു ചിത്രത്തിന്റെ പെട്ടെന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ രേഖാചിത്രം എന്ന സിനിമ നോക്കുന്ന സമയത്ത് ആദ്യ ദിവസം തന്നെ പവർഫുൾ ആയിട്ട് എണീച്ച് നിന്ന് ബോക്സ് ഓഫീസ് തൂക്കിയടിക്കുകയാണ് ചിത്രം.